ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഓഫീസറായ ജോർജ് വുഡേഴ്സിന് തന്റെ മേലധികാരിയായ അയച്ച ഒരു അസൈൻ കൊടുക്കുന്നു. അതായത് അവരുടെ ടോപ്പ് സീക്രട്ട് സോഫ്റ്റ്വെയർ ആയ സെബറസ് ലീക്ക് ആയിരിക്കുന്നു. ആ ലീക്കിന് പിറകിൽ അവർ 5 പേരെയാണ് സംശയിക്കുന്നത്. ആ 5 പേരിൽ നിന്ന് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുക എന്നുള്ളതാണ് അയാൾക്ക് കിട്ടുന്ന മിഷൻ. പക്ഷേ ചെറിയ കുഴപ്പമുണ്ട്. ഈ 5 പേരിൽ ഒരാൾ കാതറിൻ എന്ന യുവതിയാണ്. ഈ കാതറിൻ ജോർജിന്റെ വൈഫാണ്. ഇതിലെ മറ്റ് 5 കഥാപാത്രങ്ങളും ബ്രിട്ടീഷ് ഇന്റലിജൻസിലെ തന്നെ ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ അയാൾക്കൊപ്പമോ അയാൾക്ക് മുകളിലോ ബുദ്ധിയുള്ള വ്യക്തികളാണ് ബാക്കി 5 പേരും. ആ 5 പേർക്കിടയിലെ സംഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പുകളിലൂടെ അല്ലെങ്കിൽ അവരുടെ റിയാക്ഷനിലൂടെ അവരുടെ പ്രവൃത്തികളിലൂടെയൊക്കെ ജോർജ് എങ്ങനെ ആളെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഈ സിനിമ മൊത്തം. പക്ഷേ സാധാരണ ഒരു സ്പൈ ത്രില്ലറെ പോലെ ചറപറ വെടിവെപ്പും ബോംബ് സ്ഫോടനവും ഒന്നുമില്ല. കൃത്യമായി പറഞ്ഞാൽ 2 ഗൺ ഷോട്ട്, ഒരു ബ്ലാസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ത്രില്ലർ, ഒരു ഗംഭീര ത്രില്ലർ. അതാണ് സ്റ്റീവൻ സോഡർബർഗ് സംവിധാനം ചെയ്ത 'ദ ബ്ലാക്ക് ബാഗ്' എന്ന സിനിമ. പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് മൈക്കൽ ഫാസ്ബെൻഡർ, കേറ്റ് ബ്ലാൻചെറ്റ് ആൻഡ് പിയേഴ്സ് ബ്രോസ്നൻ എന്നിവരാണ്. ഒരുപക്ഷേ വളരെ കൂളായി ഒരുപാട് സംഘർഷങ്ങൾ, ഒരുപാട് വിഎഫ്എക്സ് ഗിമ്മിക്കുകൾ ഒന്നുമില്ലാതെ കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു ഗംഭീര ത്രില്ലർ അനുഭവമാണ് 'ബ്ലാക്ക് ബാഗ്'. ഈ ത്രില്ലറിന്റെ മൂഡ് കൊണ്ടുപോകുന്നതിന് 2 കാര്യങ്ങൾ ഇതിനെ അതിഭയങ്കരമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്ന് ഇതിന്റെ ബിജിഎം ആണ്. സാധാരണ ത്രില്ലറുകൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ത്രില്ലർ മൂഡിലുള്ള ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വരുന്ന വമ്പൻ ത്രില്ലർ മൂഡിലുള്ള ബിജിഎംസ് അല്ല ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടും മെലങ്കളിക്കുമായിട്ടുള്ള ഒരു ചെറിയ മ്യൂസിക്കുകളാണ്. അതുപോലെ എടുത്തു പറയേണ്ട 2 കാര്യമാണ് അതിന്റെ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗും. ഒരുപക്ഷേ മറ്റ് ത്രില്ലർ സിനിമകളിൽ അടുക്കി ടൈറ്റൻ ചെയ്ത് കൊണ്ടുപോകുന്ന സീനുകൾക്കപ്പുറത്തേക്ക് വളരെ സിമ്പിളായി വളരെ വിസിബിളായി പ്രേക്ഷകനോട് സംവദിക്കുന്ന ഒരു വിഷ്വൽ നെറേറ്റീവാണ് ഈ സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബാഗ് മറ്റ് ത്രില്ലർ സിനിമകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്. സ്പൈ ത്രില്ലർ പ്രേമികൾ ഇത്തരത്തിലൊരു സിനിമ മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾ കണ്ട ഒരു രീതിയിലുള്ള സിനിമയല്ല ബ്ലാക്ക് ബാഗ്. എ മസ്റ്റ് വാച്ച്.